ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഫ്ലവേഴ്സ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കി വെക്കാം എന്തായിരിക്കും എന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വലിയൊരു ഹാളില് നിറയെ പൂച്ചെടികൾ വെച്ചിട്ട് വലിയ പൂന്തോട്ടമായി മാറ്റിയിരിക്കുകയാണ് പണിച്ചിക്ക് പള്ളിയാളിയിലെ അൽ ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. 100 കണക്കിന് പൂക്കളുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, നിറയെ പൂക്കളും ചെടികളും ഹണിബിയും എല്ലാമായി ഒരു റിയൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ടീച്ചേഴ്സും സ്റ്റുഡൻസും പാരന്റ്സും അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പലതരം പൂച്ചെടികൾ, അടുത്തുള്ള ഗാർഡനിൽ നിന്നും എത്തിച്ച അപൂർവ ഇനം പൂച്ചെടികൾ, ഒപ്പം അധ്യാപകരുടെ കഠിനാധ്വാനവും. ഫ്ലവേഴ്സ് ഡേ ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ഡേ. ഓരോ സ്റ്റുഡൻസിന്റെയും ഫേസിൽ ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ക്ലാസ് റൂമുകളിൽ നടക്കേണ്ട പഠനം എന്ന് പറയുന്നത്. കുറച്ച് സമയം എനിക്ക് സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും അവർ ടെക്കായിരുന്നു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അവിടെ നടക്കുന്ന പഠനങ്ങളെ ശരിക്കും അവരെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഓരോ ആൻസറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളൊക്കെ ഹാപ്പി ലേണിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ റിയൽ ആയിട്ടുള്ള ഹാപ്പി ലേണിംഗ് ക്ലാസ് റൂമാണ് എനിക്ക് അൽ ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പാടുന്ന പല പാട്ടുകളും അവര് കാണാതെ പഠിച്ചു വന്നിട്ടുണ്ട്. സോ അവരുടെ ആ ഒരു ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് അവർ എന്നെക്കാളും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സമയം ക്വസ്റ്റ്യൻസും സ്റ്റോറീസ് ആൻഡ് സോങ്സ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം അവരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം അവർ ഗാർഡൻ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും താഴേക്ക് വളരെ നീറ്റായിട്ട് തന്നെയാണ് അവർ ലൈനപ്പായി പോയിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡൻസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഞാനിവിടെ കാണുന്നുണ്ടായിരുന്നു. ഓർക്കിഡും റോസും ജാസ്മിനും സൂര്യകാന്തിയും ബോഗൺ വില്ലയും എല്ലാമായിട്ട് ഒരുപാട് പൂക്കള്, കൂടെ ചെറിയ കുളം ഒരുക്കി ആമ്പലും. ഫ്ലവേഴ്സ് ഡേയിൽ അക്വാറ്റിക് ഫ്ലവറും ഇൻക്ലൂഡ് ചെയ്യാൻ ഇവർ മറന്നിട്ടുണ്ടായിരുന്നില്ല. പാരന്റ്സ് വരുന്ന സമയത്തായാലും അവരുടെ കയ്യിലൊക്കെ പൂക്കളുള്ള കവറുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും പാരന്റ്സും തമ്മിലുള്ള ഒരു അടിപൊളി ബോണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു പ്രോഗ്രാം ഇത്രയും സക്സസ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ളത്. സ്റ്റുഡൻസും ടീച്ചേഴ്സും മാത്രം ഒതുങ്ങാതെ അവിടെ പാരന്റ്സിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ കളർഫുൾ ആക്കിയിട്ടുള്ളത്. ഓരോ പാരന്റ്സിന്റെയും കൈയും പിടിച്ച് മക്കൾ ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ്. തേനുകരാൻ എത്തിയിട്ടുണ്ടായിരുന്ന തേനീച്ചയെയും കുട്ടികൾ വളരെ കൗതുകത്തോടെയായിരുന്നു നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇതിലും മനോഹരമായിട്ട് എങ്ങനെ പഠിക്കാനാ? ഫ്ലവേഴ്സ് ഡേ ഇറ്റ്സ് പ്രൊഡക്റ്റീവ് ഡേ. ഇനിയും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നടക്കാനും ബുക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല പഠനം എന്ന് തെളിയിച്ച ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഹാറ്റ്സ് ഓഫ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ. സാധനങ്ങൾ കൊണ്ടുവരാം. എന്താ ഷെയ്ഡ്സ്, എന്താ സ്മെല്ല്, എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അവർ പറയും. ഓക്കെ, അത്തരത്തിലുള്ള പഠന രീതിയിലൂടെയാണ് ഇക്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുന്നോട്ട് പോകുന്നത്.